ഇന്ന് നമ്മൾ അടുക്കള തോട്ടത്തിൽ പറയാൻ പോകുന്നത് ഇരുമ്പൻ പുളിയുടെ വിശേഷങ്ങളാണ്. ഓരോ സ്ഥലത്തും ഓരോ പേരുകളായിരിക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടാറുള്ളത് ഊർക്കാപ്പുളി എന്ന പേരിലാണ്. അത്യാവശ്യമായിട്ട് നമ്മുടെ അടുക്കളയിൽ വേണ്ട ഒന്ന് തന്നെയാണ് ഊർക്കാപ്പുളി, ഈ ഇരുമ്പമ്പുളി എന്ന് പറയുന്നത്. കാരണം നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മത്തിക്കറി, അയിലക്കറി, വലിയ വലിയ മീനിൻ്റെ വിശേഷങ്ങളല്ല പറയുന്നത്, ചെറിയ മീനുകൾ അതിൻ്റെ കൂടെ ഈ മത്തിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ, അയിലക്കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു ഊർക്കാപ്പുളി 2 കഷ്ണമോ 3 കഷ്ണമോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാൻ കാരണം. മീൻ കൂട്ടണ മീൻ വറ്റിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് പലതരം അച്ചാറുകൾ, പുളിയഞ്ചി, അതേപോലെ പലതരം അച്ചാറുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് കുറേ കാലം എടുത്തു വെക്കാൻ പറ്റും. ചൂടാറിയൊരു വെള്ളം, കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് ഈ ഇരുമ്പമ്പുളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വർഷം, 1 വർഷത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കും. അതുവരെ നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാനും പറ്റുന്ന ഒന്നാണ്. പിന്നെ വലിയ മരമാകൂല അല്ലേ, നമ്മുടെ വീട്ടിൽ വലിയ ഒരു മരമായിട്ടൊന്നും നിൽക്കില്ല, ചെറിയൊരു മരമായിരിക്കും. ഇപ്പോൾ ഇത് ഒരു 1.5 വർഷം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നല്ലതുപോലെ കായ്ക്കാൻ തുടങ്ങിയാലാണെന്നുണ്ടെങ്കിലോ പിന്നെ തുടർച്ചയായിട്ട് കായ്ച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിൻ്റെ എല്ലാ ശാഖകളിലും, അതിൻ്റെ തണ്ടിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. അതിന് പ്രത്യേക കാലങ്ങളതൊന്നുമില്ല, എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. പിന്നെ വലിയ മരം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒന്നാണ്, ബ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അധികം ഉയരമൊന്നും പോകാതിരിക്കാണ്ട്, അതുകൊണ്ട് ഒരുപാട് ബ്രാഞ്ചുകൾ വന്ന് അതിമേലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് അതിൻ്റെ വിത്താണ്. ഇതിപ്പോൾ നമ്മൾ തറവാട്ടിൽ നിന്ന് നമ്മൾ കൊടുന്നതായിരുന്നു. ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ പറമ്പിൽ തന്നെ ഉള്ളതാണ്. തറവാട്ടിൽ ഇതേപോലെ ഇങ്ങനെ വീണിട്ടുണ്ടാവും. നിലത്ത് ഒരുപാട് ചെറിയ ചെറിയ തൈകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് പ്രത്യേക ഒരു പരിചരണമോ ഒന്നും ഇതിന് ആവശ്യമില്ല. അവിടെ കിടന്നിട്ട് തന്നെ മുളക്കും. അങ്ങനെ തന്നെ കൊടുത്തിട്ട് നമ്മൾ പറമ്പിൻ്റെ എവിടെയെങ്കിലും ഒന്ന് നട്ടാൽ മതി. പ്രത്യേക ഒരു പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിൻ്റെ പരിചരണമല്ല മെയിനായിട്ട് നമുക്ക് വേണ്ടത്, വെള്ളം അത്യാവശ്യമാണ്. നമ്മൾ ഒരു ദിവസം 1 പ്രാവശ്യമെങ്കിലും നമ്മൾ നനച്ചു കൊടുത്തിരിക്കണം. പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിലെന്തൊരു ആസിഡ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് ജ്യൂസ് അടിക്കാനൊന്നും ഉപയോഗിക്കണം. ജ്യൂസ് അടിച്ചിങ്ങാണ്ട് കുടിക്കുക. കാരണം 2 കപ്പ് 3 കപ്പ് നമ്മൾ സാധാരണ ഓരോന്ന് ജ്യൂസ് അടിക്കുമല്ലോ, മാങ്ങൊക്കെ, അതേപോലെയുള്ള ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നത് അത്ര നല്ലതല്ല. ഒരു ആസിഡ് ഉണ്ടായ കാരണത്താൽ. നമുക്കറിയാം, ബാത്റൂം ക്ലീനാക്കാൻ വരെ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പഴയ കാലത്തുള്ളവർക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഡ്രസ്സിൽ കറ ആയിക്കഴിഞ്ഞാൽ ഈ ഇരുമ്പമ്പുളി ഉപയോഗിച്ചുകൊണ്ട് ആ കറ കളയുന്ന ഇതുണ്ടായിരുന്നു. ഈ ആസിഡ് കൊണ്ടാണ് അത് പോകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഉള്ള സൂര്യപ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ സൂര്യപ്രകാശം വേണമെന്നില്ല. കാരണം ഞാനൊരു തെങ്ങിൻ്റെ ഒരു ഭാഗത്താണ് ഇത് നട്ടിട്ടുള്ളത്. നന്നായിട്ട് ഇത് പച്ച പിടിക്കുന്നുണ്ടേനും നന്നായിട്ട് കായ്ക്കുന്നുണ്ടേനും. അത്യാവശ്യത്തിനുള്ള സൂര്യപ്രകാശമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഞാൻ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്നത് വെള്ളം. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് വളമായിട്ട് ഞാൻ കൊടുക്കാറുള്ളത് ഈ കഞ്ഞിവെള്ളമാണ്. അത് കുളിപ്പിച്ചിട്ട് ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ നിന്ന് നമ്മളെല്ലാത്തിനും കൊടുക്കുന്ന സമയത്ത് ഇതിനും കൊടുക്കാറുണ്ട് എന്ന് മാത്രം. പ്രത്യേക ഒരു വളം കൊടുക്കാറില്ല. വെള്ളമാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.